Welcome to the second class. Now, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്തത് വി ഡെൽറ്റ് വിത്ത് വാട്ട് ഇസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഡീൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദ നീഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. വൈ ഡു വി നീഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് മോർ ഓർ ലെസ് അതിൻ്റെ ബെനിഫിറ്റ്സ് അലോങ് വിത്ത് ഇറ്റ്. വൈ ദ നീഡ് ആൻഡ് ദി ബെനിഫിറ്റ്സ് ഓഫ് വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. Now, we'll look at it one by one. The first one is income. The main reason that any person invest is for an income. Okay, ആ ഒരു ഇൻകം ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് വൺ ഓഫ് ദി പ്രൈം റീസൺ. ബേസിക്കായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒരു ഇൻകമും രണ്ടാമത്തെ ക്യാപിറ്റൽ ഗെയിനുമാണ്. ദീസ് ആർ ദ ടു മേജർ റീസൺസ് ആസ് ടു വൈ വി ഇൻവെസ്റ്റ്. അത് നമുക്ക് ഈ ആദ്യത്തെ രണ്ട് പോയിൻ്റ് നമുക്ക് ഒരുമിച്ച് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാം. സി, ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പുറകിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് income and capital gain. Be it any kind of investment that you take, it's either one of these two or both. Okay, ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഉദ്ദേശം. ടേക്ക് ഗോൾഡ് ഫോർ എക്സാമ്പിൾ. യു ബൈ ഗോൾഡ് റൈറ്റ് നൗ. നിങ്ങൾ ഗോൾഡ് ഇന്ന് മേടിക്കുകയാണെങ്കിൽ ദ റീസൺ യു ബൈ ഗോൾഡ് ഇസ് ദാറ്റ് സോ ദാറ്റ് മേ ബി ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ യു ക്യാൻ ഐദർ സെൽ ഇറ്റ് ഓർ യു ക്യാൻ മോർട്ട്ഗേജ് ഇറ്റ് ഓർ എനിത്തിങ്. ഓക്കെ, നിങ്ങൾക്ക് ക്യാഷിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിൽക്കാം, മാറ്റി മേടിക്കാം, അങ്ങനെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ്. ഓക്കെ, ടേക്ക് ഫോർ എക്സാമ്പിൾ ലാൻഡ്. യു ബൈ എ പീസ് ഓഫ് ലാൻഡ്. ആ ലാൻഡ് മേടിച്ചു കഴിഞ്ഞിട്ട് ഇമാജിൻ നിങ്ങൾ അതിൻ്റെ പുറത്ത് കൃഷിയാണ് ചെയ്യുന്നത് വെച്ചാൽ ഫോർ 10 years യു ബിൻ ഡൂയിങ് അഗ്രികൾച്ചർ. അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ് നിങ്ങളുടെ ഇൻകം. ഓക്കെ, വേർ ആസ് മേ ബി 10 years later അല്ലെങ്കിൽ 20 years later you've decided why not sell the place. You might get good money for that because let's say ഒരു വില്ലേജ് ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ when you buy a piece of land long back 10-20 years back it would have been very cheap. ഇപ്പോൾ കുറേ ഡെവലപ്മെൻറ്റ്സും വരുന്നു, സിറ്റി ഏരിയാസിൽ ആൾക്കാർക്ക് താമസിക്കാൻ വലിയ താല്പര്യമില്ലാണ്ട് വരുന്നു. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് കാരണം ആൾക്കാർ വില്ലേജസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലാൻഡിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ടാവും. സോ 10-15 years മുമ്പ് മേടിച്ച ലാൻഡൊക്കെ നല്ല വിലയ്ക്ക് ഇപ്പോൾ പോകുന്നുണ്ടാവും. സോ യു മൈറ്റ് കൺസിഡർ സെല്ലിങ്. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന എന്നിട്ട് ക്യാപിറ്റൽ ഗെയിൻ. ഒരു സിംഗുലർ അസറ്റിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി, ഇൻകമും ക്യാപിറ്റൽ ഗെയിനും. സോ വെൻ ഇറ്റ് കംസ് ടു വൈ ഡു പീപ്പിൾ ഇൻവെസ്റ്റ്, ദീസ് ടു റീസൺസ്, ഒന്നെങ്കിൽ ഇൻകം അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓർ ബോത്ത്. Clear? These are the two major reasons as to why do we invest in these in any investment. Okay, then the third one is liquidity. Okay, liquidity kondu uddeshikanalla karanam we want money. Another reason why we invest in certain instruments or assets is that ഫ്യൂച്ചറിൽ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും. അപ്പം എന്താ we require that asset. Okay, ഇപ്പോൾ പെട്ടെന്നൊരു പൈസയുടെ ആവശ്യം വന്നു, സ്വർണ്ണം കൊണ്ടുപോയി പണയം വെക്കാം, ഗോൾഡ് ലോൺ കിട്ടും, റൈറ്റ്? അല്ലെങ്കിൽ ഷെയർസ് ഉണ്ട്, ഷെയർസ് നമുക്ക് വേണമെങ്കിൽ മോർട്ട്ഗേജ് ചെയ്യാം ബാങ്കിൽ കുറച്ചുകൂടി ലോൺ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി വന്നു, ഇൻസ്റ്റെഡ് ഓഫ് സെല്ലിങ് യുവർ ലാൻഡ് യു ക്യാൻ മോർട്ട്ഗേജ് യുവർ പ്രോപ്പർട്ടി. വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് നിങ്ങൾക്ക് ലോൺ കിട്ടും. ഓക്കെ, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊസീജിയേഴ്സൊക്കെ ആണെങ്കിൽ അതൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് റീസൺ വൈ വി ഇൻവെസ്റ്റ് ഇസ് ഫോർ ടാക്സ് അഡ്വാൻറ്റേജസ്. ടാക്സ് ബെനിഫിറ്റുകൾ കിട്ടാനായിട്ട്. ബേസിക്കലി ടാക്സ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകം കുറയ്ക്കാനായിട്ട്. സെലക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് എനേബിൾസ് ദ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഇറ്റ് മേക്സ് ദം എലിജിബിൾ ഫോർ ടാക്സ് ബ്രേക്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ആസ് എ കൊളാട്രൽ. നേരത്തെ പറഞ്ഞ പോലെ പണയം വെക്കാനായിട്ടൊരു വസ്തു എന്ന നിലയിൽ. ഓക്കെ, ദെൻ confidentiality. Now this is a somewhat different point. It's not there for every asset. Okay, മെയിൻലി ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ അസറ്റിനാണ് നമുക്ക് ഈ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞ എലമെൻറ്റ് വരുന്നത്. നൗ അതിൻ്റെ ഒരു നല്ലൊരു എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ, ഇഫ് യു ബൈ എ പീസ് ഓഫ് ലാൻഡ്, നാച്ചുറലി ആ ലാൻഡ് ആരാ മേടിച്ച് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ചുറ്റുമുള്ള ആൾക്കാരറിയും. ഓക്കെ, സപ്പോസ് യു ആർ എ പ്രൈവറ്റ് പേഴ്സൺ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ നാട്ടുകാരെ അറിയണത് വലിയ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഇത്തിരി പ്രൈവസി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ യു ഡോണ്ട് വാണ്ട് പീപ്പിൾ ടു നോ വേർ ഓൾ യു ഹാവ് പ്രോപ്പർട്ടി, അല്ലേ? സം പീപ്പിൾ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചില ആൾക്കാർക്ക് അവൻ വലിയ കോടീശ്വരൻ അല്ലേ, അല്ലെങ്കിൽ കോടീശ്വരൻ്റെ മോൻ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എ ലിറ്റിൽ ബിറ്റ് ഇറിറ്റേറ്റിംഗ്. സോ ഇവിടെയാണ് കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഒരു ബെനിഫിറ്റ്.
If you're investing in certain instruments like shares, debentures, bonds, nobody is going to know about it. FD2, no, ആരും അറിയാൻ പോകുന്നില്ല. Nobody is going to even know about these things. അത്യാവശ്യം high level of confidentiality ഉണ്ട് അവിടെ. Okay. Then flexibility. ഇവിടെ flexibility എന്ന് ഉദ്ദേശിക്കുന്നത് flexibility is in relation to certain financial assets. Okay. When you're talking about land, you have to have this much amount of money. അല്ലാണ്ട് നമുക്ക് ആ ലാൻഡ് മേടിക്കാൻ പറ്റില്ല. Right. Say for example, you want to own a piece of land, പക്ഷേ that land cost about 1 crore rupees. Right now you don't have that much amount of money. Is there any way you can buy? Loan എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, but that's a headache. Rather than that, you know that this particular piece of land will, maybe 1 year from now, it will get you maybe 20% returns അല്ലെങ്കിൽ 30% returns. 30% ഒക്കെ അത്യാവശ്യം നല്ല റിട്ടേൺസ് ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും സിൻസ് യു ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് മണി ടു ഗെറ്റ് ഇൻ ടു ഇറ്റ്, അത് ബുദ്ധിമുട്ടാണ്. So rather than that, you can enter into equity market or debenture market or bond market, which will give you returns. Okay, അത് വേരി ചെയ്യും. ഇക്വിറ്റി ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹൈ തരും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ലോ തരും. ഇറ്റ് വേരീസ്. പക്ഷേ എന്നിരുന്നാലും യു ക്യാൻ ആക്ച്വലി ഗെറ്റ് ഇൻ ടു ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് വിത്ത് ദി ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് യു ഹാവ്. എൻ്റെ കയ്യിൽ 10 ലക്ഷം ഉള്ളൂ. 10 ലക്ഷം നമുക്ക് ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, FD ആയിട്ട് ഇടാം. ഓക്കെ, സോ ബോണ്ടുകളിലിടാം, ഡിബെഞ്ചേഴ്സിലിടാം, കോർപ്പറേറ്റ് ബോണ്ട്സിലിടാം. അപ്പോൾ ദർ ഇസ് നോ ഹാസൽ. നമുക്ക് ഇത്ര യൂണിറ്റ്സ് മാത്രം, എനിക്ക് 10 ലക്ഷം 10 ലക്ഷത്തിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. ഓക്കെ, സോ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ദർ ഇസ് flexibility. Then comes operating convenience. Now when you talk about operating convenience, ഈ പറഞ്ഞിട്ടുള്ള ease of use, ഓക്കെ, അവിടെയാണ് ഓപ്പറേറ്റിംഗ് കൺവീനിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now when you invest in a company, ഞാനിപ്പോൾ ഓപ്പറേറ്റിംഗ് കൺവീനിയൻസ് ഐ എം ടോക്കിംഗ് ഇൻ ടേംസ് ഓഫ് എ കമ്പനി. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചോ. ഓക്കെ, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു ചെറിയൊരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചോ. ആ ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യു ഹാവ് ടു മാനേജ് n നമ്പർ ഓഫ് തിങ്സ്, അല്ലേ? ആ ലൈസൻസിങ്ങിൻ്റെ പുറത്ത്, സ്ഥലം മേടിക്കുന്ന കാര്യത്തിൽ എല്ലാം. റണ്ണിങ് എ ബിസിനസ് ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി, റൈറ്റ്? ഇറ്റ്സ് എ 24 hours ജോബ്. 24 മണിക്കൂർ നമ്മൾ അതിൻ്റെ പുറകിൽ യു മൈറ്റ് ഹാവ് ടു സ്പെൻഡ് ടു ഗെറ്റ് ഇറ്റ് അപ്പ് ആൻഡ് റണ്ണിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതാവാനായിട്ട്, വലുതായി കഴിഞ്ഞാൽ അത് പിന്നെയും വലുതാവാനായിട്ട്, പിന്നെ ഇങ്ങനെ സർവൈവലിൻ്റെ കാര്യമായി. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി ടയർസം തിങ്. ബട്ട് റാദർ ദൻ ദാറ്റ്, നിങ്ങൾ ഒരു ഇങ്ങനത്തെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ ആക്ച്വലി ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ ബിസിനസ് വിത്തൗട്ട് ബോദറിങ് അബൌട്ട് ദി മാനേജ്മെൻറ്റ് ആസ്പെക്റ്റ്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ഒരു കമ്പനിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഷെയർ ഹോൾഡറും മാനേജറും, ദ മാനേജ്മെൻറ്റ് ആൻഡ് ദി ഓണർ ഈസ് ഡിഫറെൻറ്റ്. You can be the owner of the company, you can get the benefits എന്താ? ഡിവിഡൻഡ്, പ്രോഫിറ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിൻ്റെ എല്ലാം ആ ഇൻഡസ്ട്രിയുടെയോ ആ ബിസിനസ്സിൻ്റെയോ എല്ലാ ബെനിഫിറ്റുകൾ കിട്ടും വിത്തൗട്ട് ദി ടെൻഷൻ ഓഫ് മാനേജിങ് ദിസ് പെർട്ടിക്കുലർ എൻ്റർപ്രൈസ്. അവിടെയാണ് ഈ ഓപ്പറേറ്റിംഗ് കൺവീനിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. Then the next one is hedge against inflation. Now when we talk about hedge against inflation, certain instruments, ഇതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ, ചിലതൊക്കെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്നതിനേക്കാളും ഹയർ ആയിട്ടായിരിക്കും റിട്ടേൺസ് തരാം. When you're actually thinking of investment, you should consider only those investments that give you a return far exceeding the, at least beating the inflation. You say for example, നിങ്ങളൊരു FD ഇട്ടു. FD is giving you 10% returns. The current inflation, imagine if it is 6%. What is your actual returns? 10% minus the 6%. 4% ആണ് നിങ്ങളുടെ ആക്ച്വൽ ആയിട്ട് വരുന്ന ഒരു റിട്ടേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്താ? അത്ര ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താ? മണി വാല്യൂ, ദ പർച്ചേസിങ് പവർ ഓഫ് മണി ഈസ് റെഡ്യൂസിങ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എവറിത്തിങ് ഈസ് 6% മോർ എക്സ്പെൻസീവ് എന്ന് വേണമെങ്കിൽ നമുക്കൊരു ലൂസ്ലി ട്രാൻസ്ലേറ്റഡ് രീതിയിൽ നമുക്കത് കാണാം. എവറിത്തിങ് ഈസ് 6% മോർ എക്സ്പെൻസീവ്. നിങ്ങൾക്ക് 10% കിട്ടുകയാണെങ്കിൽ ആ 10%ൽ 4%, ഐ മീൻ 6% ആ വഴിക്ക് പോയി. എവറിത്തിങ് ഈസ് 6, നിങ്ങളുടെ റിട്ടേൺസ് അതനുസരിച്ച് കൂടുന്നില്ലല്ലോ. 10% ഓൾറെഡി പറഞ്ഞ പോലെ FDയിൽ പറഞ്ഞിട്ടുണ്ട് 10% ആണ് എന്നിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ 10%. നിങ്ങൾക്കത് കിട്ടും. പക്ഷേ ഡ്യൂറിങ് ദാറ്റ് ടൈം തിങ്സ് ഹാവ് ബിക്കം എ ലിറ്റിൽ മോർ 6% മോർ എക്സ്പെൻസീവ്. പക്ഷേ നിങ്ങളുടെ റിട്ടേൺസിൽ വ്യത്യാസം വരുന്നില്ല. സോ വാട്ട് ഹാപ്പൻസ്?
deduct your 6%, you're actually only making 4%. Clear? So hedge against inflation എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇറ്റ്സ് certain investments help you beat the inflation and get a return far more than that of the inflation. Now next point എന്ന് പറയുന്നത് spreading the risk. Not the reason why people invest is not so as to not put all the money in one area and tend to lose it. Okay, അതിന് പല രീതിയിൽ ചിന്തിക്കാം. Imagine a person who does not involve in any kind of investment activities. ആൾക്ക് കിട്ടുന്ന പൈസ അതേപോലെ തന്നെ സേഫിൽ വെക്കുകയാണ്. ഓക്കെ, ഈ സേഫ് കുത്തി തുറന്ന് കള്ളം വന്നിട്ട് പൈസ കൊണ്ടുപോയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു യുവർ മണി? ഗോൺ. ക്ലിയർ? നൗ ഇമാജിൻ ഈ പറഞ്ഞ പോലെ എല്ലാ പൈസയും കൊണ്ടുപോയി കുറി കമ്പനിയിലിടാണ്. ഓക്കെ, ദാറ്റ് ഈസ് കുറി കമ്പനിയും അത്യാവശ്യം വാലിഡ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കുറി കമ്പനിയിലിട്ടു, കുറി കമ്പനി പൊട്ടി, പൈസ ഗോൺ. റൈറ്റ്? സോ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് എനേബിൾസ്, ഇറ്റ് ഗിവ്സ് യു സെവറൽ ഓപ്പർച്യൂണിറ്റീസ് ഓർ അവന്യൂസ് സോ ദാറ്റ് യു ക്യാൻ ഇൻവെസ്റ്റ് മണി അക്രോസ് ഡിഫറെൻറ്റ് ഏരിയാസ്. ഓക്കെ, നൗ മൂവിങ് ഓൺ, future needs preparation. Another last reason that as to why people invest is for their future. Okay, you've heard people invest in life insurances, you've heard people invest in annuities, you've heard annuities are different kind of pension plans. Endinu vendittu, why do people invest in pension? Okay, simply because they want to be taken care of in the future. ഭാവിയിൽ ഇപ്പോൾ ഐ എം പ്രൊഡക്റ്റീവ്, ഇപ്പോൾ ഐ എം എനർജറ്റിക്, ഐ ക്യാൻ മേക്ക് മണി, ഐ ക്യാൻ റൺ അറൗണ്ട്, ഡു ഡിഫറെൻറ്റ് ജോബ്സ്, ഗെറ്റ് മണി, ഫീഡ് മൈ ഫാമിലി, ഗിവ് ദം എ ഗുഡ് ലൈഫ്. പക്ഷേ മേ ബി വെൻ ഐ എം 60, വുഡ് ഐ ഹാവ് ദ സെയിം എനർജി? വുഡ് ഐ ബി ഏബിൾ ടു സേവ് ഇറ്റ് 100% ഷുവർട്ടി ദാറ്റ് വരുന്ന വഴിക്ക് കാലം മോശമാണ്? നൗ ദറ്റ് ലെവൽസ് ഓഫ് ഡിസീസസ്, ഇപ്പോൾ തന്നെ വി ആർ സഫറിങ് ഫ്രം കോവിഡ്, റൈറ്റ്? ദിസ് ഈസ് എ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് പാൻഡമിക്. Can you say with certainty that we will not be affected by this? No, there's no certainty into it. Okay, ഈ രോഗം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗങ്ങൾ ഇഷ്ടം പോലെ മാർക്കറ്റിലുണ്ട്. You can get any one of those things that can change your life. Your body can fail you. Different reasons. നിങ്ങളെ, it doesn't matter whether you work out maybe 10 hours a day. Okay, അല്ലെങ്കിൽ you ഭയങ്കര കെയർഫുൾ ആയിട്ട് ഹെൽത്തി ആയിട്ട് നിങ്ങൾ കഴിക്കുകയാണ്, ഒന്നും ഒരു ഫാക്ടറേ അല്ല. Anything can happen to anybody. So you want yourself to be taken care of, you want your family to be taken care of in the future. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. ഓക്കെ,